മലപ്പുറം ജില്ല മാത്രമല്ല, കേരളത്തിൽ കോഴിക്കോട് ജില്ല, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ലയൊക്കെ വിഭജിക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് 14 ജില്ലകളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു 20ഓളം ജില്ല വേണമെങ്കിൽ രൂപീകരിക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യമാണ്. ഒരു പുതിയ ജില്ല വരിക എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടി വികസന കുതിപ്പിന് സാധ്യതയുണ്ട്. തീരദേശം ഉൾക്കൊള്ളുന്ന കുറേ കൃഷിയിടങ്ങളുള്ള ഒരു വലിയ ഭൂപ്രദേശം മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. ഈ ജില്ലയ്ക്കുണ്ടായ മൊത്തത്തിലുണ്ടായ വികസനം ഈ പ്രദേശത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു പുതിയ ജില്ല വരുമ്പോൾ അത് ജില്ലയുടെ ആ പുതിയ ജില്ലക്കും മറ്റ് മലപ്പുറം അവശേഷിക്കുന്ന ബാക്കി ഭാഗങ്ങൾക്കും ഒരുപോലെ വികസിക്കാൻ കഴിയും. ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകമായ പണം അനുവദിക്കാറുണ്ട്. അത് പലപ്പോഴും ജനസംഖ്യാനുപാതികമായല്ല വിഭജിക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എന്നൊരു തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും രാജ്യത്തെ 800-ിലധികം വരുന്ന ജില്ലകൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും. മെഡിക്കൽ കോളേജ് ഇല്ലാത്ത പുതിയ ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് വരും. അതനുസരിച്ച് മെഡിക്കൽ കോളേജ് വരുമ്പോൾ കേരളത്തിൽ 14 മെഡിക്കൽ കോളേജാണ് വരിക. എന്നാൽ മലപ്പുറത്തിന് ഒരു മെഡിക്കൽ കോളേജ് അവകാശപ്പെടാനാവുകയുള്ളൂ. അപ്പോൾ എന്നാൽ വയനാട്ടിനൊന്ന് കിട്ടും, പത്തനംതിട്ടയ്ക്കൊന്ന് കിട്ടും, ആലപ്പുഴയ്ക്കൊന്ന് കിട്ടും, എല്ലായിടത്തും കിട്ടും. വയനാട്ടിലെ ജനസംഖ്യ നമ്മളെ 4-1 മാത്രമാണുള്ളത്. അപ്പോൾ 4 ജില്ലയായി വിഭജിക്കപ്പെടുന്നു എങ്കിൽ ഈ ഭൂപ്രദേശത്തിനകത്ത് 4 മെഡിക്കൽ കോളേജിന് കിട്ടും എന്നർത്ഥം. അപ്പോൾ 4 ജില്ലയൊന്നുമല്ല, എന്നാലും 2-3 ഒക്കെ ജില്ലയായി വിഭജിക്കാൻ മാത്രമുള്ള ജനസംഖ്യ ഇവിടെയുണ്ട്. മലപ്പുറം ജില്ല മാത്രമല്ല, കേരളത്തിൽ കോഴിക്കോട് ജില്ല, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ലയൊക്കെ വിഭജിക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് 14 ജില്ലകളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു 20ഓളം ജില്ല വേണമെങ്കിൽ രൂപീകരിക്കാവുന്നതാണ്. നമ്മൾ അത്ര ജനസംഖ്യയുള്ള പല ജില്ലകളിലും ഇതിനേക്കാൾ പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ ജില്ലകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒഡീഷ നമ്മളെക്കാൾ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. അവിടെ 34ഓളം ജില്ലകളുണ്ട്. ബീഹാറിൽ 34 ജില്ലയുണ്ട്, 30-ലധികം ജില്ലകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ കൂടിയതോ കുറഞ്ഞതോ എന്നല്ല, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങളെയാണ് പരിഗണിക്കേണ്ടത്. ഇത് മുഴുവൻ ജനങ്ങൾക്കും ഗുണം കിട്ടുന്നതാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഒരു പ്രദേശത്തിനോ കിട്ടുന്നതല്ല. അതുകൊണ്ട് ഇത് മുഴുവൻ ആളുകളും ഒരുപോലെ അഭിപ്രായപ്പെടേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലം കഴിഞ്ഞു. 1993 മലപ്പുറം ജില്ലയുടെ രജത ജൂബിലി ആഘോഷം മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ആദരണീയനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ആവശ്യം മലപ്പുറത്ത് ചേർന്ന അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഈ ആവശ്യം പലരും ഉന്നയിച്ച് വരുന്നുണ്ട്. ആദ്യമായി ഉന്നയിച്ചത് ഒരു സംഘടന എന്ന നിലക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗാണ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് 25 കൊല്ലം മുമ്പ്. അതുകൊണ്ട് ഈ ജില്ലയിലെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ മുഴുവനും ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, സർക്കാരിനെ മുഖ്യമന്ത്രി അടുത്ത് നേരിട്ട് കാണാനുള്ള എന്തെങ്കിലും ഇത് കഴിഞ്ഞ റവന്യൂ അസംബ്ലിയിലാണ് ഞാൻ പുതുതായി ഉന്നയിച്ചത്. ബഹുമാന്യനായ KN ഖാദർ സാഹിബ് മുമ്പ് നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്. ഇനി ഇത് മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും കണ്ടത് ആവശ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളിലും കാര്യങ്ങളിലുമാണ് ഇപ്പോഴുള്ളത്. ചില ആളുകൾ ഇത് ആരോ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് കണ്ടു. അവർ പറയുന്ന ആ സംഘടന ജനിക്കുന്നതിന് മുമ്പ് ഈ ആവശ്യം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ഈ എളിയവൻ. 2010 തിരൂരിൽ ചേർന്ന തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് സമ്മേളനം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഞാൻ തന്നെ അന്ന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്ന നിലക്ക് ഈ ഒരു പ്രമേയം ആയിരങ്ങൾ സമ്മേളിച്ച ആ പൊതുസമ്മേളനത്തിൽ വെച്ചും
പ്രമേയം വായിച്ച് അംഗീകരിക്കുകയും പിറ്റേന്ന് ദിവസം പത്രങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടേതെങ്കിലും ഞങ്ങൾ കടമെടുത്തതല്ല. ഞങ്ങളുടെ മുദ്രാവാക്യം പലരും കടമെടുത്തിട്ടുണ്ടായിരിക്കാം. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പലരും ഈ ഒരു മലപ്പുറത്ത് 2 ജില്ല ഒരു ജില്ല കൂടി വേണമെന്ന് പറയുമ്പോൾ ഒരു സാമുദായികമായിട്ട് പലരും എടുക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി എങ്ങനെയാണ്? കേരളത്തിൽ ഇന്ന് പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഈ മലപ്പുറം ജില്ല രൂപം കൊണ്ടതിന് ശേഷം തന്നെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട്. അവിടുത്തെ ജാതി ഏതാ മതം ഏതാന്ന് ഞങ്ങളിതേ പഠിച്ചിട്ടില്ല. അതൊരു വിഷയമായിട്ടില്ല. ഇവിടുത്തെയും ഈ ഭൂപ്രദേശം വരുമ്പോൾ ജാതി മതങ്ങളുടെ കണക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ജില്ലയുടെ ആവശ്യം ഇങ്ങനെ ഒരു ജില്ല വന്നാൽ ഗുണമുണ്ടോ ഇല്ല എന്നുള്ളത് BJP-ക്കാരോട് ചോദിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ഈ ജില്ലയുടെ വലിപ്പം കൊണ്ട് അവിടെ സംഘടനാ സംവിധാനം തന്നെ 3 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ടി വന്നിരിക്കുകയാണ്. 3 ജില്ലാ കമ്മിറ്റി. ഞങ്ങളെ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് ഒറ്റ ജില്ലാ കമ്മിറ്റി തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്ക് പ്രവർത്തകരെ അവർക്ക് പാർട്ടിയുടെ സ്വാധീനം എത്രയാണെന്ന് അറിയാലോ. എന്നിട്ട് പോലും 3 ജില്ലാ ഘടകങ്ങൾ ഉണ്ടാക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കാലത്ത് അവർ മലപ്പുറം ജില്ല വരുന്നതിനെ എതിർത്തിട്ടുണ്ട്. ഇതിനെതിരായി സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട് അവരുടെ പഴയ നേതാക്കന്മാർ. എന്നാൽ അവർ ഈ ജില്ല വന്നപ്പോൾ ജില്ലയുടെ എല്ലാ അനുഭവങ്ങളും അവർ ഞങ്ങളെപ്പോലെ അനുഭവിക്കുന്നുണ്ട്. ജാതി വിഭാഗത്തിനനുസരിച്ചല്ല നേട്ടങ്ങളും വികസനങ്ങളും വരുന്നത്. അത് മുഴുവൻ ജനങ്ങൾക്കാണ്. ഒരു പ്രദേശത്തെ ജാതി നോക്കിയല്ല ജില്ല ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ പൊതുവെ ആ മേഖലയുടെ വികസനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ജാതി മതം ഏതൊക്കെ ജാതി ഏതൊക്കെ ഉപജാതികൾക്ക് അംഗബലം എത്ര ഉണ്ടാകും എന്ന് ഞാനിന്നവരെ പഠിച്ചിട്ടില്ല. അതങ്ങനെയുള്ള സംഘടന കാഴ്ചപ്പാടുള്ള സംഘടനകൾ പറയുന്നതിനെ നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.